വേദയെ കുറെ ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കാൻ വരുന്നു. തരുണാവട്ടെ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തരുണിൻ്റെയും രാധികയുടെയും കുഞ്ഞാണെന്ന് കരുതി കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുവാണ്. ഈ സമയം വേദയാണെങ്കിലോ നല്ല ടെൻഷനിലാണ്. ആ സമയമാണ് സേതുലക്ഷ്മി തരുണിനോട് പറയുന്നത്, നമുക്ക് വേദയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്ന്. നമ്മുടെ ഈ കുഞ്ഞിന് ഇപ്പോൾ ആവശ്യം ഒരു അമ്മയുടെ സ്നേഹമാണെന്നെല്ലാം തരുണിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താണ് സേതുലക്ഷ്മി. അങ്ങനെ തരുണ് അവസാനം സമ്മതിക്കുകയാണ് കൊണ്ടുപോകാമെന്ന്. എന്നാൽ തരുണ് ആരാണെന്നൊന്നും അറിയാതെ എങ്ങനെയാ കൊണ്ടുപോകുക എന്നെല്ലാം ചോദിച്ച് അമ്മയുമായി എതിർക്കുന്നുണ്ട്. പിന്നീട് അമ്മയുടെ വാക്കുകൾ കേൾക്കുകയാണ് തരുൺ. അങ്ങനെ സേതുലക്ഷ്മി സന്തോഷത്തോടെ വേദയുടെ അരികിൽ വന്ന് പറയുകയാണ്, തരുൺ സമ്മതിച്ചു, റെഡി ആയിക്കോളൂ, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. വീട്ടിലെത്തി അവിടെ സെർവൻസ് വരികയാണ്. അവരെല്ലാം വേദയെ കണ്ട് ഞെട്ടലോടെ നോക്കുന്നുണ്ട്, ഇതാരാ എന്നുള്ളത്. അങ്ങനെ കുഞ്ഞിനെ എല്ലാം കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. ഈ സമയം തരുണ് വേദയ്ക്ക് കൊടുക്കുന്നൊന്നുമില്ല കുഞ്ഞിനെ. തരുൺ തൻ്റെ റൂമിൽ തന്നെയാണ് കുഞ്ഞിനെ കൊണ്ടുപോയി എടുക്കുന്നത്. ഇതെല്ലാം കണ്ട് വേദയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. സേതുലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ അമ്മയെന്ന്. എൻ്റെ അവസ്ഥ അതായത് കൊണ്ടാണ് ഞാൻ കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞ് അമ്മയുടെ കയ്യിൽ തന്നതെന്നെല്ലാം വേദ പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയാണ്. വിക്രം ജയിലിൽ രാഘവൻ എന്നുള്ളൊരു ആളുണ്ടായിരുന്നു കൂട്ടിന് വിക്രമിന്. ആ രാഘവൻ എന്നുള്ള ആൾക്ക് പരോള് കിട്ടുകയാണ്. അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ അയാൾക്ക് ഒത്തിരി സങ്കടം ഉണ്ട് ഇറങ്ങുമ്പോൾ. കാരണം വിക്രമാണെങ്കിൽ ആകെ വിഷമത്തിലും മറ്റുമാണ്. അപ്പോൾ അതൊന്നും കണ്ടിട്ട് അയാൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ വിക്രമിനോട് പറയാണ്, മോനെ നീ ഒരിക്കലും വിഷമിക്കരുത്, നിനക്കും പരോള് വേഗം ശരിയാകും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞാൽ അയാൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും തരുണിനെയും വേദയെയും കുഞ്ഞിനെയുമാണ് കാണിക്കുന്നത്. തരുണിനാണെങ്കിൽ വേദയുടെ അടുത്തേക്ക് സേതുലക്ഷ്മി കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുക്കുമ്പോഴൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, ഇഷ്ടമൊന്നുമില്ല. കുഞ്ഞ് അച്ഛനെ കണ്ട് അങ്ങനെ ശീലിക്കട്ടെ എന്നൊക്കെയാണ് തരുണ് സേതുലക്ഷ്മിയോട് പറയുന്നത്. അവൾക്ക് അമ്മയില്ലല്ലോ എന്നൊക്കെ. എന്നാൽ സേതുലക്ഷ്മി ആവട്ടെ പാൽ കൊടുക്കാനും മറ്റും വേദയുടെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തുന്നു മറ്റുമുണ്ട്. കാരണം വേദയുടെ സ്വന്തം കുഞ്ഞല്ലത്. അപ്പോൾ തരുണിന് അതൊന്നും അറിയില്ല. തരുണിൻ്റെ കുഞ്ഞാണെന്ന് കരുതിയാണ് തരുണ് അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നീട് വീണ്ടും വിക്രമിനെ തന്നെയാണ് കാണിക്കുന്നത്. ജയിലിൽ വിക്രമിനോട് ജയിലർ പറയാണ്, തീർച്ചയായും പരോള് ശരിയാകുമെന്നെല്ലാം. എന്നാൽ വിക്രം പറയാണ്, എനിക്കത് തോന്നുന്നില്ല, നീ നിരാശപ്പെടാതെ എന്നെല്ലാം ജയിലർ പറയാണ് കേട്ടോ. സാർ, എനിക്കെൻ്റെ അമ്മ വിട്ടു പോകുമ്പോഴും ഇതേ ഫീലായിരുന്നു. എന്ന പോലെ തന്നെ ഇപ്പോഴും എനിക്ക് ആകെക്കൂടെ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. പരോള് കിട്ടുമോ എന്തോ അറിയില്ല. എങ്കിലും കിട്ടുകയാണെങ്കിൽ എൻ്റെ അച്ഛനെ കൂടെ കുറച്ച് എനിക്കിരിക്കണം എന്നുണ്ട്. സാറ് പേടിക്കൊന്നും വേണ്ട, ഞാൻ കുരുത്തക്കേടൊന്നും ചെയ്യില്ല, ആരെയും ഉപദ്രവിക്കുകയോ വാശി കയറി ഒന്നും ചെയ്യുകയൊന്നുമില്ല. കുറച്ച് കാലം അച്ഛനോടൊപ്പം കഴിയണമെന്നുള്ളൂ എന്ന് വിക്രം പറഞ്ഞുകൊണ്ട് വിക്രം പണിയിലേക്ക് കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വേദയെയും കുഞ്ഞിനെയുമാണ്. വേദയും സേതുലക്ഷ്മിയും അടുത്ത സെർവൻസ് എല്ലാം കൂടി കുഞ്ഞിനെ കുളിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സമയത്താണ് അവിടേക്ക് തരുൺ വരികയാണ്. തരുൺ അപ്പോൾ ലീവൊക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ കുഞ്ഞിനെ കളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് വേദയ്ക്ക് പേടിയാവുകയാണ്. കാരണം തൻ്റെ കുഞ്ഞ് തന്നിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള പേടിയൊക്കെയാണ്. പിന്നെ തരുൺ അറിഞ്ഞാൽ ഇതെന്താവും എന്നുള്ള ടെൻഷനൊക്കെയാണ് കേട്ടോ വേദയ്ക്ക്. അങ്ങനെ വേദ ഈ കാര്യങ്ങളെല്ലാം തരുണിനെ അറിയിക്കണം എന്ന് പറഞ്ഞ് തരുണിൻ്റെ മുറിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിയതും വേദ കാണുന്നത് കുഞ്ഞിനെ അത്രമാത്രം സ്നേഹത്തിൽ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന തരുണിനെയാണ്. ഇത് കണ്ട് നിൽക്കുകയാണ് വേദ. ഒന്നും പറയാനാകാതെ ആ കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് അതുപോലെ പാട്ടെല്ലാം പാടിക്കൊടുത്ത് വിക്രം കുഞ്ഞിനെ ഉറക്കുകയാണ്. പെട്ടെന്നാണ് തരുണ് വേദയെ കാണുന്നത് ഡോറിനരികിൽ നിൽക്കുന്നത്. അങ്ങനെ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് തരുണ് വേദയുടെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, കുഞ്ഞുങ്ങൾ നന്നായി വളരണമെങ്കിൽ ഇതുപോലെ കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് വളർത്തണം. ഇനിയും ഒത്തിരി കഥകളുണ്ട്, ഇതെല്ലാം പറഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞിനെ നല്ല വഴിക്ക് നടത്തുമെന്ന് പറയുകയാണ് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാൽപ്പാട് തരുണിൻ്റെ നെഞ്ഞിൽ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് വേദയ്ക്ക് ആകെ ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്. ഈ സമയത്താണ് ഈ കഥകളെ കുറിച്ചിട്ടും തരുണ് വേദയോട് പറയുന്നത്. ഒരു സുധാകരൻ മാഷ് ഉണ്ടായിരുന്നു, ആ മാഷ് പറഞ്ഞു തന്ന കഥകളാണ് ഇതെല്ലാം. ഞാൻ ഒരു കൊല്ലമേ അവിടെ മാഷിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളൂ. പിന്നീട് ഞാൻ അവിടെ അല്ല പഠിച്ചത്. പക്ഷേ മാഷ് പറഞ്ഞ ഓരോ കഥകളാണ് ഇന്ന് എന്നെ ഇതുവരെ എത്തിച്ചതെന്നെല്ലാം പറയാണ് കേട്ടോ തരുണ്. അതെല്ലാം കേട്ട് വേദ ഞെട്ടുകയാണ്. സുധാകരൻ മാഷ് എന്നുള്ളത് വിക്രമിൻ്റെ അച്ഛനാണല്ലോ. അങ്ങനെ വേദ അവിടെ നിന്ന് ഒന്നും പറയാതെ പോവുകയാണ്. പിന്നീട് സേതുലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മോളെ നീ തരുണിനോടൊന്നും പറഞ്ഞില്ലേ? വേദ പറയുന്നുണ്ട്, ഇല്ല, ഒന്നും പറയാൻ പറ്റിയില്ല അമ്മയെന്ന് പറയാണ്. അങ്ങനെ പിന്നീട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയതും അവിടെ നിന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ അവനോടൊന്നും പറഞ്ഞില്ലേ, എന്താ ഇതുവരെ ഒന്നും അറിയിക്കാതിരുന്നതെന്ന് ചോദിക്കുകയാണ്. ഇനിയും ഇതൊന്നും പറയാതിരുന്ന് കൈ വിട്ടു പോവും, ഇവിടെ ഒന്നും നിൽക്കില്ല എന്നെല്ലാം ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് വേദയെ. എങ്കിലും വേദയ്ക്കും സേതുലക്ഷ്മിക്കും അത് തരുണിനെ അറിയിക്കാൻ കഴിയാതെ പോവുകയാണ് കേട്ടോ. ഇത് കേട്ടാൽ തരുണിൻ്റെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല. അതെല്ലാം ഓക്കെ, ബട്ട് എത്ര കാലം എന്ന് വെച്ചാൽ തരുൺ ഇതെല്ലാം അറിയാതിരിക്കുക? ഒരു കാലത്ത് ഇതെല്ലാം അറിയേണ്ടി വരില്ലേ?
അതിപ്പോൾ തന്നെ നേരത്തെ ആകുന്നതല്ലേ നല്ലത്. അങ്ങനെ അവരതെല്ലാം സംസാരിച്ച് പിന്നീട് പുറത്തിറങ്ങുവാണ്. ആ സമയത്ത് വേദയുടെ കയ്യിലാണ് കുഞ്ഞ്. അങ്ങനെ തരുൺ പുറത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ പുറത്തിറങ്ങിയതും തരുണിനെ അവിടെ കാണുന്നില്ല. സേതുലക്ഷ്മി വേദയും കൂടി നടക്കുകയാണ് അവിടെ. പെട്ടെന്നാണ് 2 ഗുണ്ടകൾ വേദയുടെ കൺമുന്നിൽ പെട്ടത്. അവർ വേദയെ അന്വേഷിച്ചാണ് നടക്കുന്നതെന്ന് വേദയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ വേദ കുഞ്ഞിനെ സേതുലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്ത് അവിടെ നിന്ന് വേഗം മാറുകയാണ്. എന്നാൽ ഗുണ്ടകളത് കണ്ടു വേദയെ. അങ്ങനെ വേദയുടെ പിന്നാലെ ഗുണ്ടകൾ പോവാണ്. ഈ സമയം തരുണിനെ അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ വേദ മുഖം മറിച്ച് ഓടുകയാണ്. ഈ സമയത്താണ് ഗുണ്ടകൾ പിടിക്കുകയാണ് വേദയെ. ആ സമയത്ത് നമ്മുടെ തരുൺ അവിടെ എത്താണ്. അവരെല്ലാം അടിച്ചു വീഴ്ത്താണ് തരുണ്. വേദയോട് സേതുലക്ഷ്മി റിസപ്ഷനിലുണ്ട്, അവിടേക്ക് പോയെന്ന് പറഞ്ഞ് വേദയെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പോലീസിനെ വിളിച്ച് ഗുണ്ടകളെ ഏൽപ്പിക്കുകയാണ് കേട്ടോ തരുൺ. പിന്നീട് തരുൺ അവരെയും കൊണ്ട് പോകുന്നത് ക്ഷേത്രത്തിലേക്കാണ്. അവിടെ എത്തിയതും വേദയോട് ചോദിക്കുന്നുണ്ട്, അവരെല്ലാം ആരാണ്? വേദ, ഇനി ഞങ്ങളുടെ കൂടെ വരണ്ട, എൻ്റെ കുഞ്ഞിനത് ആപത്താണ് എന്നെല്ലാം തരുൺ പറയുകയാണ്. എനിക്കിനി എൻ്റെ കുഞ്ഞിനെയും കൂടി നഷ്ടപ്പെടുത്താൻ വയ്യ എന്നല്ല. എന്നാൽ സേതുലക്ഷ്മി ആകട്ടെ തരുണിനോട് പറയാണ്, ഞാൻ തന്നെയാണ് വേദ. നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അച്ഛൻ പോയപ്പോൾ ഞാൻ ഇതുപോലെ ഒറ്റയ്ക്ക് ആരും ഇല്ലാതെയായിരുന്നു. അതുപോലെയാണ് വേദയ്ക്കാകട്ടെ കുഞ്ഞുപോലും ഇല്ല കയ്യിൽ എന്നെല്ലാം സേതുലക്ഷ്മി പറയുകയാണ്. അവളെ ഇങ്ങനെ ഇവിടെ ആക്കി പോകരുതെന്നെല്ലാം. അങ്ങനെ അതെല്ലാം കേട്ടു പിന്നെ തരുണ്, എന്നാൽ ശരി, എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, ഇപ്പോഴല്ല പിന്നീട് ഒരിക്കൽ, അത് ഒട്ടും വൈകരുതെന്ന് പറഞ്ഞ് വേദയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അവിടെ നിന്ന് വീണ്ടും പിന്നീട് തരുണ് നല്ല ഗ്രാൻഡായിട്ട് കുഞ്ഞിൻ്റെ 28 ചടങ്ങ് കഴിക്കുകയാണ്. ഈ സമയത്തെല്ലാം വേദ വിക്രമിനെ ഓർക്കുകയാണ്. കുഞ്ഞുണ്ടായാൽ ഒരു പെൺകുഞ്ഞായിരിക്കുമെന്നെല്ലാം വിക്രം പറഞ്ഞിരുന്നതും മറ്റും ഓർക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, നമുക്ക് കുഞ്ഞിന് പേര് കണ്ടുപിടിക്കണ്ടേ എന്നെല്ലാം. എന്നാൽ വേദ പറയുകയാണ്, അതൊക്കെ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ചെയ്താൽ മതി എന്നല്ല. അതൊക്കെ പറഞ്ഞ് ഓർത്ത് കരയുകയാണ് വേദ. ഇങ്ങനൊന്നും ആവും എന്ന് വിചാരിച്ചില്ലല്ലോ എന്നെല്ലാം വേദ ഓർത്ത് സങ്കടപ്പെടുവാണ് കേട്ടോ. അങ്ങനെ തരുൺ തന്നെയാണ് പേരിടുന്നത്. രാധിക മുൻകൂട്ടി കണ്ടിരുന്നു പേരെല്ലാം പെൺകുട്ടിയാണെങ്കിൽ ഇടാൻ. ആ പേരാണ് കുഞ്ഞിനിടുന്നത്, ഗൗരി എന്ന്. അങ്ങനെ നല്ല ഗ്രാൻഡായിട്ട് കുഞ്ഞിൻ്റെ 28 ചടങ്ങെല്ലാം കഴിക്കുകയാണ് കേട്ടോ. പിന്നീട് ജയിലിൽ വിക്രമിന് പരോള് കിട്ടുന്നതിനുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദയുടെ അച്ഛനാണ് വിക്രമിന് വേണ്ടിയിട്ട് വാദിക്കുന്നത്. അതുപോലെ തന്നെ ദർശനും ശ്രീകാന്തും ആവട്ടെ വിക്രമിനെ പരോള് കൊടുക്കില്ല എന്ന് തീർച്ച കൂട്ടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് കോടതിയിൽ. അങ്ങനെ അവരവിടെ കേസ് വാദിക്കുകയാണ്. എന്നാൽ വിക്രമിന് പരോളൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഇത് തിങ്കളാഴ്ചത്തെ പാർട്ടാണ്. ഒരു 5 പാർട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ മെയിൻ കഥകളാണ് നമ്മളെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിൻ്റെ ഓരോരോ പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന എപ്പിസോഡ്സ് എല്ലാം നമുക്ക് അങ്ങനെ ഇടാം. അപ്പോൾ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.